വാസ്കോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പൊരിച്ച പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഈസി സ്നാക്സാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പൊരിച്ച പത്തിരിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 2 കപ്പ് അളവിലാണ് നമ്മൾ പത്തിരിപ്പൊടിക്കോ ഒക്കെ തന്നെ യൂസ് ചെയ്യുന്ന പൊടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം എടുക്കേണ്ടത്. അതിലേക്ക് നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. എണ്ണയോ നെയ്യോ എന്താ വെച്ചാൽ ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കുക. ഏകദേശം ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും ഒരു 5-6 ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരയണമെന്നില്ല. അത് നമ്മുടെ ഏകദേശം ചൂടാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ അരിപ്പൊടിയിലേക്ക് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വരെ മൈദപ്പൊടിയും ചേർക്കുന്നുണ്ട്. റവ ഉണ്ടെങ്കിൽ നമുക്കൊരു 1-2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർക്കാവുന്നതാണ്. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. അതില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൈ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടേബിൾ ടോപ്പിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 4-5 മിനിറ്റ് സമയം തന്നെ നന്നായി കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ഉള്ളൊക്കെ നന്നായി സോഫ്റ്റായിട്ട് വരുള്ളൂ. നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓളെന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഏകദേശം നന്നായിട്ട് നിന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 മിനിറ്റ് സമയം നന്നായി കുഴച്ചെടുക്കുക. എന്നതിന് ശേഷം നമുക്കൊരു ചപ്പാത്തി കോൽ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുന്ന സമയത്ത് ഏകദേശം നമ്മളൊരു വിരൽ കനത്തിലാണ് നമുക്കതിൻ്റെ കനം വേണ്ടത്. ഏകദേശം ഒരു 1-2 സെൻറ്റിമീറ്ററിനടുത്ത് കനത്തിൽ നമുക്ക് നമ്മളിതൊന്ന് പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് നമുക്കൊരു കട്ടർ ഉപയോഗിച്ചുകൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമുക്കൊരു ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ് ഉപയോഗിച്ചുകൊണ്ടോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു ഗ്ലാസ്സൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 18-19 എണ്ണം വരെ നമുക്ക് 2 കപ്പ് കൊണ്ട് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അത് പൊരിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ പൊരിച്ച പത്തിരി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് പൊരിച്ച പത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുട്ടികൾക്കൊക്കെ തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നമുക്ക് എണ്ണ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കത് പത്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ പത്തിരി പൊരിച്ചെടുക്കേണ്ടത്. ഫ്ലെയിം കൂടി കഴിഞ്ഞാൽ പുറത്ത് പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിൽ വേവാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഫ്ലെയിം വെച്ചുകൊണ്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ. ഏകദേശം ഒരു വശമായി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് എല്ലാ പത്തിരിയും ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തുകൊണ്ട് പൊരിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പൊരിച്ച പത്തിരി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് വാസ്കോ വ്ളോഗ്സ്.